ദിലീപിന്റെ രഹസ്യവാദവും തുറന്ന കോടതിയിലുള്ള വാദവുമൊക്കെ ഇപ്പോൾ കേൾക്കുകയാണ്. അതായത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇതിലെ പല മൊഴിയും നിർണായകമായി മാറുന്ന സാഹചര്യം തന്നെ കാണുമ്പോൾ ഇപ്പോൾ ദിലീപിനെക്കുറിച്ചും കാവ്യയെക്കുറിച്ചുമൊക്കെ വരുന്ന വാർത്തകൾ കൂടുതലാണ്. ഇപ്പോഴിതാ ദിലീപിന്റെ വക്കീല് ദിലീപിനെ ജയിലിൽ വെച്ച് മനഃപൂർവ്വം ഉപദ്രവിച്ചു എന്നാണ് ആരോപിക്കുന്നത്. പറയുന്ന കാര്യം മറ്റുള്ളവർക്കൊക്കെ തന്നെയും നല്ല കിടക്കപ്പായ നൽകിയപ്പോൾ ദിലീപിന് വെറും തറയാണ് നൽകിയതെന്ന് പറയുന്നു. ജയിലിൽ ഇത്ര ക്രൂര പീഡനം അനുഭവിച്ച് മറ്റാരും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പലരും VIP സന്ദർശനം പോലെയാണ് ജയിൽ കാണുന്നതെങ്കിലും ദിലീപ് 7ാമത്തെ പ്രതിയായിട്ട് പോലും 1ാം പ്രതിയെ ദ്രോഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദിലീപിനെ ദ്രോഹിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ദിലീപിന്റെ വക്കീല് പറയുന്നത്. പക്ഷേ ദിലീപിന്റെ വാദം കേട്ട ഉടനെ കോടതി പറയുന്നത് എല്ലാ പ്രതികളെയും ഒരുപോലെ തന്നെയാണ് നോക്കുന്നത്. പ്രതി എന്ന് പറഞ്ഞതുകൊണ്ടും അല്ലെങ്കിൽ ഒരു സിനിമാ താരം എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. അങ്ങനെ ഒരു ആനുകൂല്യം ജയിലിലില്ല. ജയിലിൽ പോകുന്നത് വെറുതെയല്ല, കുറ്റം ചെയ്തത് കൊണ്ട് തന്നെയാണ്. അതിപ്പോൾ എത്ര പ്രായമായാലും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള രീതി മാത്രമേ അതിനകത്ത് ലഭിക്കൂ. നിങ്ങൾ ആഘോഷിക്കാൻ പോയതല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയതല്ല. ഒരു കുറ്റം ചെയ്തതിന് ശേഷം കോടതിയും നീതിയും നോക്കി അതിനെ ശിക്ഷിച്ചതാണ്. അതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാകൂ. അല്ലാതെ നിങ്ങളുടെ സൗകര്യം നോക്കിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരികയോ ജയിലിൽ ആർക്കും അത് ചെയ്യില്ല. ഇതാണ് ഇതിൽ നിർബന്ധമായി പറയുന്ന കാര്യം. പിന്നെ എന്തിനാണ് ഇത് അറിഞ്ഞിട്ടും തെറ്റുകൾ ചെയ്യുന്നത്? തെറ്റുകൾ ചെയ്തവർക്ക് ഒരിക്കലും കോടതി സംരക്ഷണം കൊടുക്കില്ല. കോടതിയും നിയമവും ഒരിക്കലും അത്തരത്തിൽ ഒരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ദിലീപിന്റെ കേസ് നിർണായകമായി തന്നെ കാണുന്നത്. അതിന്റെ ഇടയിൽ തന്നെ ഇത്തരത്തിലെ ചെറിയ വാദങ്ങൾ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. കോടതിയിൽ നിയമങ്ങൾ അങ്ങനെയാണ്. കോടതിയിൽ ഒരാൾക്കും ആരും കൂടെ നിൽക്കില്ല. എല്ലാവരും തറയിൽ കിടക്കണം, അവിടുത്തെ വസ്ത്രം അണിയണം. ആരും കോട്ടും സൂട്ടും അണിഞ്ഞ് ജയിലിൽ കിടക്കില്ല. സിനിമകളിലൊക്കെ അത് മാസ് കാണിക്കാൻ കൊള്ളാം, പക്ഷെ ഒരിക്കലും ഒരു യഥാർത്ഥ ജീവിതത്തിലോ ജയിലിലോ അത് നടക്കില്ല എന്ന് കോടതി എടുത്തു പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ ദിലീപിന്റെ വക്കീലിനൊന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹത്തിനെ കൊടും ക്രൂരതയ്ക്കിരയാക്കി എന്ന് പറയുമ്പോഴും തെളിവുകളില്ല എന്ന് പറയുന്നതാണ് സത്യം. ജയിലിൽ അദ്ദേഹം കൊടും ക്രൂരതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നും മറ്റുള്ളവരിൽ നിന്നും അവഗണന അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോഴും ജയിലിൽ പോയത് സുഖവാസത്തിനല്ല എന്ന് വീണ്ടും വീണ്ടും ജഡ്ജി തിരുത്തി പറയുകയാണ്. തിരുത്തി പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ജഡ്ജി വക്കീലിനെ തിരുത്തി പറയുക തന്നെയാണ് ചെയ്യുന്നത്. അതൊരു കോടതിയാണ്, അല്ലെങ്കിൽ അതൊരു ജയിലാണ്. നിയമമനുസൃതമായി തന്നെ പ്രതികൾ എന്ന് രേഖപ്പെടുത്തുന്നവരാണ് അതിന്റെ ഉള്ളിൽ പോകുന്നത്. അവർക്ക് വേണ്ടി ഒരു സംരക്ഷണവും ആരും ഒരുക്കില്ല. അത്തരത്തിൽ രീതിയിലേക്ക് ഒരാളും ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് വീണ്ടും കോടതി തിരുത്തുകയുണ്ടായി. അതോടെ തന്നെ ദിലീപിന്റെ വക്കീലിനൊന്നും സംസാരിക്കാൻ പറ്റാതെയായി എന്ന് പറയുന്നതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപ്. എന്നാൽ ദിലീപ് ആ കേസിൽ ബന്ധപ്പെട്ടതിന് ശേഷം കൂടുതലും നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു. കോടതി ഒരു നിരപരാധിയും ശിക്ഷിക്കില്ല, അദ്ദേഹം പ്രതിപട്ടികയിൽ നിൽക്കേണ്ട ഒരാൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഇതുവരെ ആയിട്ടില്ല. മതിയായ തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ കേസ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. മതിയായ തെളിവുകൾ ലഭിക്കുന്നതുവരെയും ആ കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ആ ചർച്ചകൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നതും. ദിലീപിന്റെയും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി വാദിക്കുന്ന ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വിധി നിർണായകമെന്ന് പറയുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.